കെ ആൻസലൻ അങ്ങേക്ക് 8 മിനിറ്റ് സംസാരിക്കാവുന്നതാണ്. പ്രിയപ്പെട്ട സ്പീക്കർ സാർ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ശക്തമായ അടിത്തറ പാകുന്നത് മാത്രമല്ല, സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ട ബജറ്റാണ് ബഹുമാനപ്പെട്ട ധനമന്ത്രി ഇവിടെ അവതരിപ്പിച്ചത്. സാർ, എൻ്റെ മണ്ഡലത്തിലെ 2 വിഷയങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പ്രസംഗത്തിലേക്ക് കടക്കാം. നെയ്യാറ്റിൻകര അസംബ്ലി മണ്ഡലത്തിൽ വരുന്ന കടലോര പ്രദേശമായ പൊഴിയൂരിൽ വിഴിഞ്ഞം ഹാർബറിൻ്റെ ഭാഗമായി മത്സ്യബന്ധനത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു വലിയ താഴ്ചയുള്ള കടലോര പ്രദേശമാണ്. ദീർഘകാലത്ത് ആവശ്യമായിരുന്നു പൊഴിയൂരിൽ മത്സ്യബന്ധന തുറമുഖം. അത് യാഥാർത്ഥ്യമാകുന്ന രൂപത്തിലേക്ക് തുടക്കം കുറിക്കാൻ വേണ്ടി കഴിഞ്ഞു. 2024-25 ബജറ്റിൽ ബഹുമാനപ്പെട്ട ധനമന്ത്രി അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കാൻ 5 കോടി രൂപ അനുവദിക്കുക അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയാണ്. ഏകദേശം 360 കോടിയോളം രൂപയുടെ പ്രൊജക്റ്റാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സംയുക്ത സംരംഭമാണ്. ആ പ്രവർത്തനങ്ങളുടെ നടപടികൾ വേഗതയിൽ പോവുകയാണ്. തുടർ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക അദ്ദേഹത്തിൻ്റെ മറുപടി പ്രസംഗത്തിൽ നൽകണമെന്ന് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് നെയ്യാറ്റിൻകരയുടെ ഭാഗത്തൂടെ കടന്നു പോകുന്ന അന്തർ സംസ്ഥാന റോഡായ കരമന കളയിക്കൽ പാത. ആ പാതയുടെ പ്രവർത്തനത്തിന് 100% തുകയും വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ദേശീയപാത വികസിപ്പിക്കുന്ന കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റാണ് ഇതുവരെ നടന്ന വികസന പ്രവർത്തനങ്ങൾ ഫണ്ട് ലഭ്യമാക്കുന്നത്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ബജറ്റിലെ മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം 200 കോടി രൂപയാണ് അതിൻ്റെ പദ്ധതിക്ക് വേണ്ടി അനുവദിക്കപ്പെട്ടത്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അതിൽ 100 കോടി രൂപയുടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്നിപ്പോൾ കൊടിനട മുതൽ വഴിമുക്ക് വരെയുള്ള ഭൂവുടമകൾക്ക് കാശ് കൊടുത്ത് കഴിയുന്ന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയാണ്. ബാക്കി വഴിമുക്ക് മുതൽ കളയിക്കള വരുന്ന 17 കിലോമീറ്റർ നമുക്കറിയാം. ഒറ്റ റീച്ചിൽ ഏകദേശം 1000-1700 കോടി രൂപയുടെ ചിലവ് വരുന്നതാണ് ഭൂമിയെടുക്കൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ആ പ്രവർത്തനങ്ങൾക്ക് ധനകാര്യ വകുപ്പിൻ്റെ നല്ല നിലയിലുള്ള പിന്തുണ ഉണ്ടാകണം, തുടർ പ്രവർത്തനങ്ങൾ വേഗതയിലാക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാം, ഇന്നലെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. കേരളത്തോട് കാണിച്ച അവനെ സംബന്ധിച്ച് പ്രിയപ്പെട്ട അംഗങ്ങളോട് സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. നമുക്കറിയാം, കേന്ദ്രം എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്നും തുക വെട്ടിക്കുറയ്ക്കുകയാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹ്യക്ഷേമം, കൃഷി, ഗ്രാമവികസനം, നഗരവികസനം, SC/ST ക്ഷേമം, ജലജീവൻ മിഷൻ, PM ആവാസ് യോജന, വനിതാക്ഷേമ പദ്ധതി. നമുക്കറിയാം, ജലജീവൻ മിഷനെ സംബന്ധിച്ച് നാട്ടിലെ BJP-ക്കാരെല്ലാം ബോർഡ് വെച്ചിട്ട് അതെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റാണ് കുടിവെള്ളം എത്തിക്കുക എന്നുള്ള രൂപത്തിൽ തെറ്റായ പ്രചാരവേല നടത്തുകയാണ്. നമുക്കറിയാമല്ലോ, 45% ഷെയർ മാത്രമാണ് കേന്ദ്രത്തിനുള്ളത്. ആ പദ്ധതി തുടങ്ങി വെച്ചിട്ട് ഈ വർഷം തന്നെ 50,000 കോടി രൂപ വെട്ടിക്കുറച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഞാൻ സൂചിപ്പിച്ച വനിതാക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് വേണ്ടി കേന്ദ്രം നൽകി തരുന്ന തുകയിൽ നിന്ന് 2,28,000 കോടി രൂപയാണ് വെട്ടിക്കുറച്ച്. ഇത് നമ്മുടെ സംസ്ഥാനത്തിലെ ക്ഷേമ പ്രവർത്തനങ്ങളും സാധാരണ വികസന പ്രവർത്തനവും വലിയ തോതിൽ ബാധിക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെയാണ് സഖാവ് ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൻ്റെ പ്രത്യേകത. നമുക്കറിയാം, ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നതിന് വേണ്ടി ഒരു സംസ്ഥാനം ഒരു വർഷത്തേക്ക് 14,500 കോടി രൂപ നീക്കിവെച്ചു. അത് ഗ്യാരണ്ടിയാണ്. എല്ലാ മാസവും ക്ഷേമ പെൻഷൻ 62 ലക്ഷം പേർക്ക് 2,000 രൂപ വെച്ച് ലഭിക്കും എന്നുള്ള ഉറപ്പ് ഈ ബജറ്റ് വഴി പ്രഖ്യാപിക്കപ്പെട്ടു. പുതിയൊരു ബാധ്യത, സ്ത്രീ സുരക്ഷാ പെൻഷൻ 31 ലക്ഷത്തോളം വരുന്ന പ്രിയപ്പെട്ട സഹോദരിമാർക്ക് 3,720 കോടി രൂപ അനുവദിച്ചത്. നമുക്കറിയാം, തൊഴിലില്ലാത്ത 18 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ള 5 ലക്ഷം രൂപ വാർഷിക വരുമാനം ലഭ്യമാക്കാൻ കഴിയുന്ന അതിന് താഴ്ന്ന വരുമാനക്കാരായിട്ടുള്ള കുടുംബങ്ങളിലെ യുവതീ-യുവാക്കൾക്ക് ഏകദേശം ആ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി 400 കോടിയിലധികം രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കുടുംബശ്രീ ADS 19,470 കുടുംബശ്രീ ADSൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ടു പോകുന്നതിന് വേണ്ടി 1000 രൂപ അവർക്ക് അതിൻ്റെ പ്രവർത്തനം ഉള്ളതിനത്തിന് വേണ്ടി മാറ്റുന്നു. അംഗനവാടി ടീച്ചർമാർക്ക്, വർക്കർമാർക്ക്, ആശാ വർക്കർമാർക്ക്, സ്കൂൾ പാചക തൊഴിലാളികൾക്ക്, സാക്ഷരതാ പ്രേരകന്മാർക്ക് തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലയിലുള്ള ആളുകൾക്ക് നമുക്കറിയാം, ഈ ഗവൺമെൻറ് പ്രവർത്തനം നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടല്ലോ. സർക്കാർ ജീവനക്കാർക്ക് അവരുടെ ശമ്പള പരിഷ്കരണവും മറ്റ് അരിയറും കൊടുക്കുന്നവിടെ വെച്ച് കേരളത്തിൽ 5000-ത്തിലധികം വരുന്ന ഓട്ടോ സ്റ്റാൻഡുകളിൽ പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ഓട്ടോറിക്ഷ ഓടിക്കുന്ന പാവപ്പെട്ട സഹോദരന്മാർക്ക് നമുക്കറിയാമല്ലോ, ഒരു ഓട്ടോറിക്ഷ ഒരു സ്റ്റാൻഡിൽ ഈ മഴയത്തും വെയിലത്തും കാവലിരുന്ന് 50 രൂപയ്ക്കോ 100 രൂപയ്ക്കോ ഓട്ടം കിട്ടുന്നതിന് വേണ്ടി സമയം ചെലവഴിക്കുന്ന പാവപ്പെട്ട ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ പോലും കരുതലോടുകൂടി കണ്ട ഒരു ബജറ്റാണ് ശ്രീ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റ്. അതുകൊണ്ട് തന്നെ ഈ ബജറ്റ് കൂടുതൽ ജനകീയമാണ്. ഈ ബജറ്റിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്, ഇത് ഇപ്പോൾ പറയുന്നത്, ഈ ബജറ്റ് കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ പാർട്ടിക്കാരെല്ലാം പറഞ്ഞത് അത് ഈ ബജറ്റെല്ലാം തട്ടിപ്പാണ്. ഈ ബജറ്റിൻ്റെ നടപടി സ്വീകരിക്കാൻ പുതുക്കിയ ബജറ്റ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നടത്തുമെന്നാണ് പ്രഖ്യാപിക്കുന്നത്. അത് അവരുടെ ഒരു മോഹമാണ്. ആ മോഹവും സ്വപ്നവുമായിട്ടാണ് കേരളത്തിലെ പ്രതിപക്ഷം ഇപ്പോഴും അങ്ങോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാലോ, ഇന്നലെ
കേരളത്തിലെ പ്രതിപക്ഷ ഉപനേതാവ് കേന്ദ്ര ബജറ്റിനോട് പ്രതികരിച്ച് നമ്മൾ കണ്ടു. ഈ കേന്ദ്രത്തിൽ നിന്ന് ഈ കാര്യങ്ങൾ ചോദിച്ചു മേടിക്കാനുള്ള കരുത്തില്ലാത്ത ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പരിഹാസ രൂപേണയുള്ള പ്രതികരണം. ഒന്ന് ആലോചിക്കൂ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബേ, ഈ കേന്ദ്രം കേരളത്തോട് അവഗണന നടത്തുന്നുണ്ട്, പദ്ധതി വീതം വെട്ടിക്കുറയ്ക്കുന്നുണ്ട്, നമുക്ക് ലഭിക്കേണ്ട ഗ്രാൻറ്റുകൾ നൽകുന്നില്ല, കടമെടുക്കാനുള്ള പരിധിക്കകത്ത് നമ്മളെ പിടിച്ചു മുടുക്കുന്നു, കേരളത്തിൽ വികസന പ്രവർത്തനങ്ങളുടെ കേന്ദ്രം ദുഷ്ടലാക്കോടുകൂടി കൈകാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ് നിരന്തരമായി സമരവും പ്രമേയങ്ങളും ഈ നിയമസഭയ്ക്കകത്ത് പാസ്സാക്കുമ്പോഴെല്ലാം കേന്ദ്രത്തിന് ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണ കൊടുത്ത ഒരു പ്രതിപക്ഷ ആണ് ഇപ്പോൾ ഈ രൂപത്തിലേക്കുള്ള പ്രതികരണം നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനം കഴിഞ്ഞ 10 വർഷക്കാലം ലക്ഷ്യമിട്ട് പോയ നേട്ടങ്ങൾ ചെറുതല്ല. രാജ്യവും ലോകവും ശ്രദ്ധിക്കുന്ന ഒട്ടനവധി അഭിമാനകരമായ നേട്ടത്തിലേക്കാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവരുന്നത്. നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ ഇപ്പോഴും കേരളമാണ് ഒന്നാമത് സ്ഥാനം പിടിച്ചിട്ടത്. പബ്ലിക് അഫയേഴ്സിൽ ഒന്നാമതാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ശ്രേഷ്ഠ സൂചികയിൽ ഒന്നാമതാണ്. നീതി ആയോഗിന്റെ കണക്കിൽ ഏറ്റവും കുറവ് ദരിദ്രമുള്ള സംസ്ഥാനം ഈ കൊച്ചു കേരളമാണ്. ഇന്ത്യ ടുഡേയുടെ ഹാപ്പിനെസ് സർവേയിൽ ഒന്നാമതാണ്. നീതി ആയോഗിന്റെ ആരോഗ്യ സൂചികയിൽ 4 വർഷമായി തുടർച്ചയായി ഒന്നാമതാണ്. നീതി ആയോഗിന്റെ സംസ്ഥാന ഊർജ്ജ കാലാവസ്ഥ സൂചികയിൽ 2ാമതാണ്. രാജ്യത്തെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് ഇവിടെ കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ടു. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാല കേരളത്തിലാണ്. രാജ്യത്തെ ആദ്യത്തെ ഗ്രാഫിൻ സെന്റർ കേരളത്തിലാണ്. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് കേരളത്തിലാണ്. രാജ്യത്തെ ആദ്യ വാട്ടർ മെട്രോ കേരളത്തിലാണ്. ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റത്തിന് ഡിജിറ്റൽ പ്ലാറ്റിനം അവാർഡ് ലഭിച്ചത് ഈ കേരളത്തിലാണ്. ദേശീയപാതയ്ക്ക് രാജ്യത്താദ്യമായി 5580 കോടി രൂപ അനുവദിച്ച ഏക സംസ്ഥാനവും ഈ കൊച്ചു കേരളമാണ്. സമ്പൂർണ്ണ ഭവന വൈദ്യുതീകരണം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ഏക സംസ്ഥാനവും ഈ കൊച്ചു കേരളമാണ്. വിദ്യാഭ്യാസത്തിനായി സ്കൂളുകളുടെ ആധുനികവൽക്കരണത്തിന് 3000 കോടി രൂപ ചെലവഴിച്ച ഏക സംസ്ഥാനവും ഈ കൊച്ചു കേരളമാണ്. ഇന്റർനെറ്റ് സൗകര്യം ജനങ്ങളുടെ അവകാശമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനവും കേരളമാണ്. സൗജന്യവും മിതവുമായ നിരക്കിൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ നൽകുന്ന കെ ഫോൺ പദ്ധതി നടപ്പിലാക്കിയതും ഈ കൊച്ചു കേരളമാണ്. ആരോഗ്യരംഗത്തടക്കം നടത്തിയിട്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിലെ 3.5 കോടിയോളം വരുന്ന മനുഷ്യന്റെ ജീവിതങ്ങളെ മാറ്റിയെടുക്കുവാൻ കൊച്ചുകുട്ടികൾ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ വയോവൃദ്ധരായിട്ടുള്ള ആളുകളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നൊരു ഗവൺമെൻറ്റായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മാറിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ ബജറ്റ് കഴിഞ്ഞ 11 ബജറ്റും അവതരിപ്പിച്ചത് 1ാം പിണറായി സർക്കാരിൻ്റെ തോമസ് ഐസക് മുതൽ ഈ കഴിഞ്ഞ 6 ബജറ്റ് അവതരിപ്പിച്ച സഖാവ് KN ബാലഗോപാൽ ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെയാണ്. നമുക്കുറപ്പുണ്ട്, ഈ ബജറ്റെല്ലാം അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിച്ച പബ്ലിക് ഡോക്യുമെന്റ് എന്ന രൂപത്തിലേക്ക് ഈ ധനകാര്യ സംവിധാനം ഈ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് പ്രതിപക്ഷം എന്തോ മനസ്സിൽ കണ്ട് മലപ്പൊടിക്കാരൻ്റെ സ്വപ്നത്തെ പോലെ ഊഹിക്കുകയാണ്, അവർ ആഗ്രഹിക്കുകയാണ് കേരളത്തിൽ അധികാരത്തിൽ വരാം എന്നുള്ളതിനെ സംബന്ധിച്ച്. അവർക്ക് ചില പ്രതീക്ഷകൾ നൽകുന്ന ചില കണക്കുകൾ വെച്ചുകൊണ്ടാണ് അവർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കുറച്ച് ക്ഷീണം വന്നിട്ടുണ്ട്. പ്രാദേശിക തെരഞ്ഞെടുപ്പിൻ്റെതായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ബാധിച്ചിട്ടുണ്ട്. അതെല്ലാം കൃത്യമായി തന്നെ പരിശോധിച്ചുകൊണ്ട് ആ പിഴവുകൾ നികത്തി മുന്നോട്ട് പോവുകയാണ്. 2010 ഒരുപക്ഷെ കേരളത്തിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ തിരിച്ചടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേരിടേണ്ടി വന്നത് 2010 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലാണ്. അന്ന് ആകെയുള്ള 14 ജില്ലാ പഞ്ചായത്തിലും 8 ജില്ലാ പഞ്ചായത്ത് UDF-നായിരുന്നു. ആകെയുള്ള 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 91 ബ്ലോക്ക് പഞ്ചായത്തും UDF-നായിരുന്നു. കേരളത്തിലെ 57 മുനിസിപ്പാലിറ്റികളിൽ കേവലം 17 മുനിസിപ്പാലിറ്റികൾ മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞത്. ആകെയുള്ള 978 ഗ്രാമപഞ്ചായത്തുകളിൽ 601 ഗ്രാമപഞ്ചായത്തുകളിലും UDF-നാണ് ജയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ വലിയ തിരിച്ചടി നേരിട്ട ഘട്ടത്തിന് ശേഷം 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 68 സീറ്റുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്ത് വർദ്ധിപ്പിച്ചു. നമുക്കറിയാലോ, പാറശാലയിലും 515 വോട്ടിന്, മണമ്പൂരിൽ 303 വോട്ടിന്, അതുപോലെ പിറവത്ത് ജേക്കബ് TM ജേക്കബ് 153 വോട്ടിനും ഏകദേശം 1000-ന് താഴെ വോട്ടിനകത്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് VS-ന്റെ ഗവൺമെന്റ് കാലത്ത് തുടർഭരണം നഷ്ടമായത്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 2024 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേവലം 19 സീറ്റിൽ മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മേൽക്കൈ ഉണ്ടായിരുന്നത്. 110 സീറ്റിലും UDF-നാണ് മേൽക്കൈ ഉണ്ടായിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് ശേഷം വിവിധ നിലവാരത്തിലുള്ള കണക്കുകൾ സൂചിപ്പിച്ചുകൊണ്ട് 58 മുതൽ 64 സീറ്റ് വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മേൽക്കൈ ഉണ്ട് എന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്. പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെയും ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന്റെയും അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെയും കൺസെപ്റ്റ് വെവ്വേറെയാണ്.
ആളുകൾ വ്യത്യസ്തമായ രൂപത്തിലേക്കാണ് തിരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. ഇവിടെ നമുക്ക് ഉറപ്പുണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 10 വർഷക്കാലം പൂർത്തീകരിക്കപ്പെടുന്ന ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ കേരളത്തിൽ നമുക്കറിയാം അതിന്റെ ആദ്യത്തെ മുദ്രാവാക്യം അഴിമതി രഹിത വികസിത കേരളം എന്ന് പറയുന്ന ഫലപ്രദമായ ക്യാപ്ഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കേരളത്തിൽ വോട്ടർമാരെ സമീപിച്ചത്. ഞാൻ വെല്ലുവിളിക്കുകയാണ്, കേരളത്തിലെ നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷത്തിന് അന്തസ്സും മാർജവും ഉണ്ടെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 1ാം ഗവൺമെന്റ് 2ാം ഗവൺമെന്റിലെയും മന്ത്രിമാർക്കെതിരായി ഏതെങ്കിലും ഒരു അഴിമതി കേസ് രജിസ്റ്റർ ചെയ്ത് കോടതി തെളിയിക്കുവാൻ ഈ നാണംകെട്ട പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ കേരളത്തിലെ മന്ത്രിമാർ അഴിമതിക്കെതിരായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ കേരളത്തിൽ ചെലവ് ചുരുക്കിക്കൊണ്ട് ആർഭാടങ്ങൾ ചുരുക്കിക്കൊണ്ട് കേരളത്തിന്റെ വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ റവന്യൂ കമ്മി കുറച്ചുകൊണ്ട് നമുക്കറിയാം പൊതുകടം കുറച്ചുകൊണ്ട് കേന്ദ്രം നമ്മളെ വരിഞ്ഞു മുറുക്കുമ്പോഴും കേരളത്തിലെ സമസ്ത മേഖലയിലും ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 3ാം ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരും. സഖാവ് ബാലഗോപാൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ജനക്ഷേമകരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭാവിയിലും ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുമെന്ന് ഉറപ്പുണ്ട്. അതിനാവശ്യമായ നടപടികളുമായി കരുത്തുള്ള ഒരു ബജറ്റാണ് ശ്രീ ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റ്. ആ ബഡ്ജറ്റിന്റെ എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.